കൽക്കി ഇമാം മഹദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും, എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും, എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും നമസ്കാരം. ഞാൻ പറയുന്ന സത്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതായിട്ട് തോന്നും. ഓക്കെ, ഈ സത്യങ്ങൾ പറയാൻ വന്ന ഒരു ദൂതനായിട്ടാണ്, ഒരു പണിക്കാരനായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കണക്കാക്കാം. എനിക്കതിന് ഒരു പ്രോബ്ലംസ് ഇല്ല. ഓക്കെ, ഈ യേശു ക്രിസ്തു ജീസസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥം ഇഞ്ചീൽ എന്നാണ് അതിൻ്റെ പേര് ശരിക്കും. അത് ഇസ്രായേൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ പല മാറ്റങ്ങളും വരുത്തി, പല ഇതുകളും വരുത്തി. ഇത് ഇസ്രായേലാണ് ഈ ഗ്രന്ഥം ക്ലിയർ ചെയ്ത് മാറ്റി ബൈബിളാക്കി മാറ്റിയത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ജീസസ് മരിച്ച ദിവസവും ജനിച്ച ദിവസവും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ഇവരുടെ സാത്താൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് അത് സാത്താന് നല്ല രീതിയിൽ പവർ എനർജി കിട്ടും. ആ പവർ എനർജിക്ക് വേണ്ടി മാത്രമാണ് ഈസാ നബി എന്ന ആളെ ജീസസ് എന്ന് മാറ്റി യേശു എന്ന് മാറ്റി. ഇതാണ് സത്യം. എന്നിട്ടെന്താണ്, ഈ ഇസ്രായേലികൾ തന്നെയാണ് ജീസസിനെ ദ്രോഹിച്ചതും എല്ലാം ചെയ്തത് ഇസ്രായേലികൾ തന്നെയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ശത്രുവാണ്. സത്യം ഒളിച്ചു വെച്ച് ഇത്ര നാൾ ഒളിച്ചു വെച്ചു. ഈ സത്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്ന ഒരു ദൂതനാണ് ഇനി പോസ്റ്റ്മാൻ എന്നും നിങ്ങൾക്ക് പറയാം. അതിനൊന്നും എനിക്ക് പ്രോബ്ലംസ് ഇല്ല. അല്ലാതെ ഇതിനെക്കൊണ്ട് ഈ ഒരു മതത്തിനെ വ്രണപ്പെടുത്തി അങ്ങനെ ഒരു ഇതും എനിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചേക്കണത് എല്ലാവരെയും ബഹുമാനിക്കാനാണ്. ഞാൻ എൻ്റെ പേരിൽ ഇമാം ജീസസ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വഴികാട്ടിയാണ് ഈ പറഞ്ഞ ഈസ. പിന്നെ ജീസസ് ഉയർത്തിക്കൊണ്ടുപോയതും എല്ലാം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ശിവൻ, ഗബ്രിയേൽ എന്നും പറയും, ഈ ക്രിസ്ത്യൻസിൽ ഗബ്രിയേൽ എന്നും പറയും. ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ജീസസിനെ കണ്ടിട്ടില്ല. ഓക്കെ, ശിവനെ കണ്ടിട്ടില്ല. ഓക്കെ, ഈ രണ്ടും ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് അവരിൽ നിന്നും ആണ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടണത്. അല്ലാതെ എനിക്ക് എൻ്റെ വായി തോന്നിയത് വിളിച്ചു പറയണ കാര്യമല്ല ഇത്. സത്യം എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചാലും അത് മറനീക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതാണ് സത്യം. ആ സത്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ കാരണം എന്ന് വെച്ചാൽ തുടക്കം ശ്രീലങ്ക ആദം നബി അലൈഹി ഇസ്ലാം കാലുകുത്തി, തുടക്കം കേരള ടു ഇന്ത്യ കഴിഞ്ഞ് ഇസ്രായേലിലേക്കും വേൾഡിലേക്കും എല്ലായിടത്തും പോയി. ഓക്കെ, ആ തുടക്കം എവിടെയാണ്? അവിടെ തന്നെയാണ് അവസാനം. അതിനാണ് ഞാനിവിടെ ഇന്ത്യയിൽ ജനിച്ചേക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ജനിക്കാൻ കാരണം വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ശിവൻ എന്നുള്ള സത്യം, അത് ശിവൻ ഭൂമി പടച്ചോൻ സൃഷ്ടിച്ച ഒരു പവർഫുൾ ഒരാളാണ് ശിവൻ. അത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ ഗബ്രിയേൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് സത്യം. ഈ സത്യങ്ങൾ നിങ്ങളിലേക്ക് മുന്നിലെത്തിക്കാൻ വന്ന വെറും ദൂതൻ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ, അതുമാത്രമാണ് ഞാൻ. അല്ലാതെ ഇതിനെ കൊണ്ട് നിങ്ങളുടെ മതത്തിന് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മതങ്ങളും ഒന്നാണെന്ന സത്യം എത്തിക്കാൻ വന്ന ഒരു ദൂതൻ മാത്രമാണ്. അല്ലാതെ വേറൊരു
രീതിയിൽ നിങ്ങൾ എന്നെ ചിത്രീകരിക്കണ്ട. ഓക്കെ, ഞാൻ പറയുന്ന സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ലോകത്തുള്ള പല കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തി. ഓക്കെ, ഇപ്പോൾ ഇത് എന്താണ് ശാസ്ത്രം കണ്ടുപിടിച്ചേക്കുന്നതാണ്, മനുഷ്യൻ ജനിച്ചത് കുരങ്ങിൽ നിന്നാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ഇഞ്ചീൽ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ എടുത്ത് നോക്ക്. അത് ഇഞ്ചീൽ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് യഥാർത്ഥത്തിലുള്ള ഗ്രന്ഥം. അത് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ബൈബിളാക്കി നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു. അത് എന്ന് പറഞ്ഞാൽ അത് മതരാഷ്ട്രീയം നടത്താനും മതകലാപം നടത്താനും മത ബിസിനസ് നടത്താനും വേണ്ടി മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യമാണ്. അല്ലാതെ വേറെ ഒരു കാര്യമില്ല ഇതിൽ. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്ന്, അത് നിങ്ങൾ പൂർവികരായിട്ട് നിങ്ങളത് പാലിച്ചു പോന്നു. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഈ സത്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരാമെന്ന വെറും ദൂതനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ കാര്യം എന്ന് വെച്ചാൽ, ഈ ശിവൻ്റെ മന്ത്രങ്ങളിലെല്ലാം എടുത്ത് നോക്കിക്കോ. ഇന്നും ജീസസും ഇന്നുവരേക്കും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേക്കണത്? ഞാൻ ജീസസ് ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവപുത്രനാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദൈവം ആരാണ്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ജീസസ് തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞേക്കണം എന്താണ്? ശിവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ശിവനും ദൈവപുത്രനാണ്, ജീസസും ദൈവപുത്രനാണ്. ഈ എനിക്ക് തന്നിരിക്കണത് ഒരു ഗ്രന്ഥമല്ല, എനിക്ക് ഖുർആൻ ആൻഡ് ഇഞ്ചീൽ, യഥാർത്ഥത്തിലുള്ള ബൈബിൾ ആൻഡ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ, ഈ ഭഗവത്ഗീത പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് പടച്ചോൻ ഇറക്കിയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. പിന്നീട് ഇറക്കിയതാണ് ഇഞ്ചീൽ. ഇഞ്ചീൽ അത് ബൈബിളായി. ഇതാണ് സത്യം. അല്ലാതെ നിങ്ങളോട് ഒരു ഇതും എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള സത്യം നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതുമാത്രമാണ് ഞാൻ ചെയ്യണത്. അല്ലാതെ ഞാൻ വേറെ തെറ്റായിട്ട് പറയുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, പടച്ചോൻ സൃഷ്ടിച്ചത് ഇപ്പോൾ ജീസസിനെ ആയാലും ശിവനെ ആയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത് ഖുർആൻ. ഈ 3 ഗ്രന്ഥം ഒന്നാണെന്നുള്ള സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്ന വെറും ദൂതൻ മാത്രം. ഓക്കെ, എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, താങ്ക് യു.